ക്കുള്ള വിമാനങ്ങൾ അതിൽ ഒന്ന് റദ്ദാക്കിയിട്ടുണ്ട്. ഒരു വിമാനം വഴിതിരിച്ചു വിട്ടു. മറ്റ് സർവീസുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങൾ, വിവരങ്ങൾ. ഗൂഗിൾ വ്യോമപാത അടച്ചതിനെ തുടർന്ന് പ്രധാനമായിട്ട് 2 വിമാന സർവീസുകളാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയിട്ടുള്ളത്. കുറച്ച് 2:15 പുറപ്പെടേണ്ട വിമാനം, ഒപ്പം തന്നെ ഇവിടേക്ക് 7:15 എത്തേണ്ട 2 വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇവിടെ ഖത്തറിലേക്ക് പോകാനെത്തിയ നിരവധി യാത്രക്കാർ ഇത്തരത്തിലേക്ക് പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഈ എയർപോർട്ട് അധികൃതരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് മറ്റ് റീഷെഡ്യൂൾ ചെയ്യേണ്ട അടക്കമുള്ള നടപടികളിൽ കടക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ നമ്മളോട് ചെയ്യുന്നുണ്ട്. ചേട്ടാ എങ്ങോട്ടേക്ക് പോകാനുണ്ട്? ദോഹ ടു മയാമി. Fully cancelled. Fully cancelled. They're not announcing it's fully cancelled. They have to announce, right? It's fully cancelled. Nobody is coming out to say. But then the incoming flight from Doha to Cochin has not even started from Doha. Yeah. We have to go all the way, right? I mean, we don't know what to do. No refund, or either they have to give a refund, or they have to just cancel, go home, come back later. They're not saying anything right now. എങ്ങോട്ടേക്ക് പോകാൻ? അയ്യോ ഞാനല്ല അവിടെ. യാത്രക്കാരുടെ പ്രതികരണങ്ങളാണ് വരുന്നത്. അവർ ഖത്തറിലേക്ക് പോകണ്ട, ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ആണെന്ന് പറയുന്നു. ഇവിടെ എത്തിയപ്പോഴാണോ? ഇവിടെ എത്തിയപ്പോഴാണ് അറിയണം. എയർപോർട്ട് അധികൃതരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താ പറയുക? എയർപോർട്ടിൽ കോൾ സെന്റർ വിളിച്ചോ? ഐ വെന്റ് ടു ദ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഖത്തർ എയർവേസിൻ്റെ ഓഫീസിൽ പോയായിരുന്നു. ദേ ആർ ക്ലോസ്ഡ്. പിന്നെ ഞാൻ ഓൺലൈൻ നമ്പർ സെർച്ച് ചെയ്ത് ഐ ട്രൈഡ് സോ മെനി ടൈംസ് ആൻഡ് നോബഡി ഈസ് ആൻസറിങ്. Then I just came to the airport. ഗൂഗിൾ വ്യക്തമാക്കുന്ന നിരവധി ആളുകൾ ഇത്തരത്തിലേക്ക് ഇപ്പോൾ ആ ഭാഗത്ത് നിൽക്കുകയാണ്. ഒരു തരത്തിലും ഇവർ എയർപോർട്ട് അധികൃതരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ടിക്കറ്റൊക്കെ റീഷെഡ്യൂൾ ചെയ്യുന്ന നടക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ സിയാൽ അധികൃതർ കടന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് നേരത്തെ ഒരു തരത്തിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇവർക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമാണ്, ആക്രമണത്തിന്റെ സാഹചര്യം. പെട്ടെന്ന് എയർ സ്പേസ് അടയ്ക്കുന്നു. വിമാന സർവീസുകൾ, പല എയർവേസുകളും അവരുടെ സർവീസുകൾ നിർത്തിവെക്കുന്നു, ചിലത് തിരിച്ചിറക്കുന്നു. അങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അച്യുതൻ നൽകുന്ന വിവരം കൂടിയുണ്ട്. എയർ ഇന്ത്യ അവരുടെ മിഡിൽ ഈസ്റ്റ് റീജിയനുള്ള സർവീസിനൊപ്പം തന്നെ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് അവിടേക്കുള്ള സർവീസുകളും അവിടെ നിന്ന് ഇന്ത്യയിലേക്കുള്ള സർവീസുകളിലുമൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നു. അങ്ങനെ കൂടുതൽ വിമാന സർവീസുകളെ ഈ സംഘർഷം അല്ലെങ്കിൽ ഇറാൻ ഇപ്പോൾ അമേരിക്കൻ എയർബേസിന് നേരെ ഖത്തറിലേക്ക് നടത്തിയിരിക്കുന്ന ആക്രമണം അത് മേഖലയിലെ ആകെ വ്യോമഗതാഗതത്തെ ബാധിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ പ്രതികരണവും അവരുടെ ഒരു ആശയക്കുഴപ്പവും അവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു സാഹചര്യമാണ്. ഇത് എത്ര സമയത്തേക്ക് താൽക്കാലികമായി എയർ സ്പേസ് അടച്ചിടുന്നു എന്നതാണ് മുമ്പ് ഖത്തറും പറഞ്ഞത്. അവിടെ നിന്ന് ഗോപിനാഥ് മുതുകാട് അടക്കം നമ്മളോടൊപ്പം ചേർന്നു. അതിൻ്റെ ഒരു തുടർ വിവരങ്ങൾ, ഇനി എപ്പോഴാണ് ഇത് തുറക്കുക അല്ലെങ്കിൽ സർവീസുകൾ പഴയ നിലയിലേക്ക് ആവുക എന്നത് സംബന്ധിച്ച വിവരങ്ങളില്ല. ഏതായാലും നാളെ പുലർച്ചെ പുറപ്പെടേണ്ട, അതായത് ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ട വിമാനങ്ങളടക്കം ചിലതിൻ്റെ സമയം മാറ്റമുണ്ട്, വൈകും, റദ്ദാക്കും. ഇൻഡിഗോ എയർലൈൻസും അതേ വിവരമാണ് അറിയിച്ചത്. തങ്ങളുടെ വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്, ചിലത് തിരിച്ചിറക്കിയിട്ടുണ്ട്, വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. യാത്രക്കാർ സഹകരിക്കുക എന്ന ഒരു അഭ്യർത്ഥനയാണ് എല്ലാ എയർലൈൻസും പങ്കുവെക്കുന്നത്.